വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഹൈക്കോടതി ശബരിമലയിലേക്ക് നിയോഗിച്ച 3 അംഗ നിരീക്ഷണ സമിതി മകരവിളക്കിന് ശേഷം ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. ആ റിപ്പോർട്ടിൽ വളരെ വിശദമായി യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് ചില പരാമർശമുണ്ട്. അത് ഇപ്രകാരമാണ്: 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ യുവതികളെ പൂർണ്ണതോതിൽ, ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ യുവതികളെ പൂർണ്ണതോതിൽ ശബരിമലയിലേക്ക് അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നിരീക്ഷണ സമിതിയുടെ ആദ്യത്തെ വിലയിരുത്തൽ. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്നാണ് സമിതി കണ്ടെത്തിയിരിക്കുന്നത്. പമ്പയിൽ പ്രളയത്തിൻ്റെ ഭാഗമായി നിരവധി നാശനഷ്ടങ്ങളുണ്ടായി. പമ്പയുടെ ഇരുവശത്തും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അങ്ങനെ പ്രളയാനന്തര പുനർനിർമ്മാണം പൂർണ്ണതോതിൽ സാധ്യമായെങ്കിൽ മാത്രമേ അവിടെ സുരക്ഷയടക്കമുള്ള അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് ശബരിമലയും അല്ലെങ്കിൽ പമ്പയും എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് പമ്പയും അതുമായി ബന്ധപ്പെട്ട പ്രളയത്തിൽ നഷ്ടമായ മുഴുവൻ സംഗതികളും പഴയ പടിയാക്കേണ്ടതുണ്ട്. അതിന് കാലതാമസമെടുക്കും. മണൽ നീക്കേണ്ടതുണ്ട്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ പമ്പയുമായി ബന്ധപ്പെട്ടുണ്ട്. മണൽ തന്നെ അടിഞ്ഞുകൂടിയതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെ മണൽ നീക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കേണ്ടതുണ്ട്. മാത്രമല്ല, സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇപ്പോഴില്ല. ഇപ്പോഴത്തെ സൗകര്യങ്ങൾ പുരുഷന്മാർക്ക് മാത്രമുള്ള സൗകര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകളെത്തിയാൽ അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല. അത് ഏർപ്പെടുത്തണമെങ്കിൽ കുറേ അധികം നാളത്തെ പരിശ്രമം വേണ്ടിവരും. മുഴുവൻ അഴിച്ചുപണിയേണ്ടി വരും. കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്ത്രീകളെത്തിയാൽ വളരെ ബുദ്ധിമുട്ടാണ് ശബരിമലയിലേക്ക് അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് എത്തിപ്പെടാൻ. മാത്രമല്ല, പോലീസ് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. പമ്പയിൽ ഒരു വർഷത്തോളം പമ്പ മുതൽ സന്നിധാനം വരെ വലിയ തോതിൽ പോലീസിൻ്റെ സാന്നിധ്യം വേണം. ഇപ്പോഴുള്ള സാന്നിധ്യം അപര്യാപ്തമാണ്. വലിയ തോതിൽ പ്രതിഷേധമുണ്ടായാൽ അതിനെ തടഞ്ഞു നിർത്തത്തക്ക വിധത്തിലുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കത്തക്ക വിധമുള്ള വലിയ തോതിലെ പോലീസ് സംവിധാനം പമ്പ മുതൽ സന്നിധാനം വരെ വേണ്ടിവരും. അങ്ങനെ ചുരുക്കത്തിൽ എങ്ങനെ നോക്കിയാലും പരമാവധി ഒരു വർഷം കൊണ്ട് മാത്രമേ യുവതികളെ ശബരിമലയെ കയറ്റാൻ തക്ക വിധത്തിലുള്ള അന്തരീക്ഷം ഒരുങ്ങുകയുള്ളൂ. അത്തരം അന്തരീക്ഷം ഒരുക്കണമെങ്കിൽ ഒരുപാട് ജോലികൾ ഇനിയും വേണ്ടിവരും. അത്തരം ജോലികൾ തീർക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇനി ഒരുപക്ഷെ കുംഭമാസ പൂജകൾക്കോ മറ്റോ യുവതികൾ കൂട്ടമായി വന്നാൽ പോലും അവിടെ പഴയതുപോലെ തന്നെ അവസ്ഥയാണ് ഉണ്ടാവുക. യുവതികൾക്ക് പമ്പയിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യങ്ങളില്ല. അതൊക്കെ ഒരുക്കണമെങ്കിൽ ഒരുപാട് അധ്വാനം വേണ്ടിവരും. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടിവരും. പമ്പയിലെ ഇപ്പോഴത്തെ സംവിധാനങ്ങളാകെ തന്നെ ഉടച്ചു വാർക്കേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായി സുപ്രീം കോടതി വിധി അനുസരിച്ചാണെങ്കിൽ 1 വർഷം വേണ്ടിവരും കൃത്യമായി യുവതികളെ സന്നിധാനത്ത് എത്തിക്കാനെന്നാണ് ഇപ്പോൾ 3 അംഗ സമിതി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മകരവിളക്കിന് ശേഷമുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ 3 അംഗ സമിതി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയാണ് ഈ സമിതിയെ നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ മകരവിളക്കിന് ശേഷമുള്ള ആദ്യ റിപ്പോർട്ടാണ് ഇത്. അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 1 വർഷമെങ്കിലും വേണ്ടിവരും യുവതികളെ സന്നിധാനത്ത് എത്തിക്കാൻ, അല്ലെങ്കിൽ അതിന് സജ്ജമാക്കാൻ, അല്ലെങ്കിൽ ശബരിമലയടക്കം അതിന് സജ്ജമാക്കണമെങ്കിൽ കൃത്യമായ 1 വർഷം തന്നെ വേണ്ടിവരുമെന്നാണ് നിരീക്ഷണ സമിതിയുടെ വിലയിരുത്തൽ.